ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാലേട്ടൻ്റെ വൃഷഭ അത്ര എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ്. അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് നോക്കാം. ഓക്കെ, 1:48 ഉണ്ട് ട്രെയിലർ. അപ്പോൾ ടീസർ എന്നല്ലേ പറയാ? എന്തായാലും കണ്ടു നോക്കാം. ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണുന്നു. What you can't define, the brain denies. ഓഹോ, കങ്കുവയാണോ? കങ്കുവ പോലെ പുനർജന്മമായിരിക്കുമല്ലോ. ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലരുത്. ബിസിനസ് മാഗ്നറ്റ് ആണ് ലാലേട്ടനപ്പോൾ. ഇതാരേ പുള്ളി? മോനാണോ? യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ വെച്ചാണ്. നല്ല പൈസ ഇറക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ. ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ഇസ് ഗുഡ്. കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യണം? സിനിമ എങ്ങനെയുണ്ടെന്നുള്ളതാണ് കഥ. വിഷ്വലൊക്കെ പൊളിച്ചിട്ടുണ്ട്. രാജ്യം, രക്തം, അസമാധാനത്തിന്റെ ദുസ്വപ്നങ്ങളല്ലേ നിന്നെ അലട്ടുന്നത്? നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ഓ, മുണ്ടൊക്കെ എടുത്ത് ഫൈറ്റ് ഉണ്ട്. ടിപ്പിക്കൽ ലാലേട്ടൻ. മുണ്ടെടുത്ത് പറഞ്ഞു ലാലേട്ടൻ അല്ലേ? എന്താ സംഭവം ഇത്? പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി വൃഷഭ. മറ്റൊരു പുനർജന്മം കഥയായിട്ട് വരികയാണ്. എന്തായാലും സിനിമയെപ്പറ്റി ആർക്കും അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഇല്ല. അപ്പോൾ ഇത് വന്ന് ഗ്രാൻഡിയറായിട്ട് അങ്ങ് തൂക്കുമോ? ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും വിഷ്വല്, മേക്കിംഗ്, ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ആദ്യം ടീസർ കണ്ടപ്പോൾ ഒരു ബാലയ ഫീലൊക്കെ വന്നെങ്കിലും പക്ഷേ ട്രെയിലർ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രതീക്ഷ വയ്ക്കണോ? എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ഓൾസോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ആൻഡ് ലാലേട്ടൻ അപ്പം ഡിസംബറിൽ 2 റിലീസുണ്ട്. ബബ്ബബ 18 വരുന്നുണ്ട്. ആൻഡ് ഇത് ഡിസംബർ 25 കഴിഞ്ഞ വർഷം ബറോസിൻ്റെ ക്ഷീണം ആലോചിക്കാൻ വയ്യ. അപ്പോൾ എനിവേസ് ഇത് പ്രതീക്ഷ വയ്ക്കുന്നില്ല. എന്തായാലും ഓക്കെ ആണെങ്കിൽ ഓക്കെ ആവും. അപ്പോൾ ശരി.